തൃശൂരിൽ ഇന്ന് പുലികളിറങ്ങും. നഗരത്തിൽ ഉച്ചതിരിഞ്ഞ് 2 മുതൽ ഗതാഗത നിയന്ത്രണം. പുലിക്കളി TCV തത്സമയം സംപ്രേഷണം ചെയ്യും. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം. 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. ചാലക്കുടി കൂടപ്പുഴയിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പുളിയിലപ്പാറ സ്വദേശി ഡെൽജോയാണ് മരിച്ചത്. ഏനാമാവിൽ പിക്കപ്പ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായ കണക്കുകൾ പുറത്തുവിടണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തെറ്റായ കണക്കുകൾ നൽകിയാൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സഹായം പ്രതിസന്ധിയിലാകുമെന്നും ചെന്നിത്തല. മുണ്ടൂർ വെട്ടിക്കാവിൽ വർക്ക്ഷോപ്പിൽ അഗ്നിബാധ, സ്കൂട്ടറും ബൈക്കുകളും കത്തിനശിച്ചു. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ നഗരം പുലികൾ കീഴടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. പുലിക്കളിക്ക് മാറ്റുകൂട്ടാൻ പുത്തൻ പരീക്ഷണങ്ങളാണ് അണിയറയിൽ ഒരുക്കിയിരിക്കുന്നത്. നാലോണ നാളായ ബുധനാഴ്ച വൈകിട്ടാണ് 350ഓളം മനുഷ്യപ്പുലികൾ നഗരം കീഴടക്കുക. പുലിക്കൊട്ടും അതിനൊത്തു തുള്ളുന്ന പുലികളും സ്വരാജ് റൗണ്ടിൽ നൃത്തച്ചുവട് വയ്ക്കുമ്പോൾ കാണികൾ ആവേശഭരിതരാകും. അരമണികളുമായി കുംഭകുലിക്ക് പുലികളിറങ്ങാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇത്തവണയും പെൺപുലികളും കുട്ടിപ്പുലികളും രംഗത്തിറങ്ങുന്നുണ്ട്. പുലിക്കളിക്ക് മാറ്റുകൂട്ടാൻ പുലിമുഖത്തിലും വസ്ത്രത്തിലുമെല്ലാം പുത്തൻ പരീക്ഷണങ്ങളും അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. പുലികൾക്ക് ഇത്തവണ കൈയിലും കാലിലും നഖങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. കയ്യുറയിലാണ് നഖങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നത്. പുലിവസ്ത്രങ്ങളിലും പുതിയ ട്രെൻഡ് സൃഷ്ടിക്കാനും നീക്കം നടത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ നിരവധി സസ്പെൻസുകളുമായാണ് ഇത്തവണ ഓരോ ദേശങ്ങളും പുലിമടവിട്ട് പുറത്തിറങ്ങുക. ക്രമത്തിൽ ചുവടുവെച്ച് ചെണ്ടമേളത്തിൽ തലയാട്ടി കുംഭകുലിക്ക് വരുന്ന പുലികളുടെ വരവനായി നിമിഷങ്ങളെണ്ണി കാത്തിരിക്കുകയാണ് പുലിക്കളി പ്രേമികൾ. ന്യൂസ് ഡെസ്ക് TCV. നാലോണ നാളിലെ പുലിക്കളിക്കുള്ള കോർപ്പറേഷന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. തൃശൂരിന്റെ തനത് കലയായ പുലിക്കളി നിലനിർത്താനും കലാകാരന്മാരെ സംരക്ഷിക്കാനുമാണ് ആഘോഷങ്ങൾ കുറച്ച് പുലിക്കളി നടത്തുന്നതെന്ന് മേയർ MK വർഗീസ്. പുലിക്കളിയുടെ ഒരുക്കങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മേയർ. കോർപ്പറേഷൻ പുലിക്കളിയുടെ എല്ലാ മേഖലകളിലും 25% ധനസഹായ വർധനവ് വരുത്തിയിട്ടുണ്ടെന്ന് മേയർ പറഞ്ഞു. ഈ കുറി നമ്മൾ ഇതിന്റെ തുടക്കം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നായക്കനാലിന്റെ അവിടെ വെച്ചിട്ടാണ്. നായക്കനാലിന്റെ അവിടെ നിന്ന് വരുന്ന പാട്ടുരായ്ക്കൽ ദേശം ആ സംഘമാണ് ആദ്യമായി വന്ന് 5 മണിക്ക് തന്നെ അവിടെ വരികയും അവിടെ നിന്ന് നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്യും. ലോകോത്തര നിലവാരത്തിലുള്ള ഈ പുലിക്കളി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി അതുപോലെ തന്നെ വിദേശികളെല്ലാം വരുന്നതാണ്. നമുക്കറിയാം, വിദേശികൾക്ക് വേണ്ടി അവർക്ക് ഇരിപ്പിടം നമ്മൾ നടുവിലാലിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനും വേണ്ട, അതുപോലെ തന്നെ ജഡ്ജസിനെ അതാത് പഴയ സ്ഥലങ്ങളിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളും സംഘത്തിന്റെ ഭാരവാഹികളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ തയ്യാറാണ്. ഈ പ്രാവശ്യം 25% വർധന വരുത്തിയിട്ടുണ്ട്. നമ്മൾ എല്ലാത്തിനും 25% വർധന. പുലിക്കളി സംഘങ്ങൾക്ക് ഓരോന്നിനും കോർപ്പറേഷൻ നൽകാറുള്ള 2,50,000 രൂപയിൽ നിന്ന് 3,12,500 രൂപയാക്കി ഉയർത്തി അഡ്വാൻസ് ഇനത്തിൽ 1,50,000 രൂപ വീതം നൽകിയിട്ടുണ്ട്. ഇത്തവണ ഹരിതവണ്ടി ഒഴിവാക്കിയിട്ടുണ്ട്. നായ്ക്കനാൽ ജംഗ്ഷനിൽ പാട്ടുരായ്ക്കൽ ദേശം പുലിക്കളി സംഘത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് പുലിക്കളിക്ക് തുടക്കമാകും. 7 സംഘങ്ങളുടെ പുലികളാണ് നഗരം കീഴടക്കാനെത്തുക. ബിനി ജംഗ്ഷൻ വഴി യുവജന സംഘം വിയ്യൂർ ദേശം പുലിക്കളി സംഘം എന്നീ ടീമുകളും, നടുവിലാൽ ജംഗ്ഷൻ വഴി സീതാറാം മിൽ ദേശം, ശങ്കരൻകുളങ്ങര ദേശം, ചക്കാമുക്ക് ദേശം, കാനാട്ടുകര ദേശം എന്നീ 4 ടീമുകളും സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കും. 8 അടി ഉയരമുള്ള ട്രോഫിയും 62,500 രൂപയും 1ാം സ്ഥാനത്തെത്തുന്ന പുലിക്കളി സംഘത്തിന് സമ്മാനിക്കും. 2ാം സമ്മാനക്കാർക്ക് ട്രോഫിയും 50,000 രൂപയും, 3ാം സമ്മാനക്കാർക്ക് ട്രോഫിയും 43,750 രൂപയും സമ്മാനിക്കും. കൂടാതെ പുലിക്കൊട്ട്, പുലിവണ്ടി, നിശ്ചല ദൃശ്യം, അച്ചടക്കം തുടങ്ങിയവയ്ക്കും സമ്മാനങ്ങൾ നൽകും. ഓരോ പുലിക്കളി സംഘത്തിലും 35 മുതൽ 51 വരെ പുലികളും 1 നിശ്ചല ദൃശ്യവും 1 പുലിവണ്ടിയും ഉണ്ടായിരിക്കും. പുലിക്കളി സംഘങ്ങളുടെ നിശ്ചല ദൃശ്യവാഹനങ്ങൾ കടന്നുവരുന്ന പ്രധാന വഴികളിലെയും സ്വരാജ് റൗണ്ടിലെയും മരച്ചില്ലകളും തടസ്സങ്ങളും പൂർണ്ണമായി നീക്കം ചെയ്യും. വെളിച്ചം കുറവുള്ള സ്ഥലങ്ങളിൽ ലൈറ്റുകൾ സ്ഥാപിക്കും. റോഡിൽ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളിൽ ടാറിങ്ങും പൂർത്തിയാക്കുമെന്ന് മേയർ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ നഗരത്തിൽ നടക്കുന്ന പുലിക്കളിയിൽ പങ്കെടുക്കുന്നത് 7 ദേശങ്ങൾ. പൂങ്കുന്നം സീതാറാം മിൽ ദേശം, വിയ്യൂർ സെന്റർ, വിയ്യൂർ ദേശം, ചക്കാമുക്ക് സെന്റർ, കാനാട്ടുകര ദേശം, ശങ്കരൻകുളങ്ങര ദേശം, പാട്ടുരായ്ക്കൽ ദേശം, കലാകായിക സാംസ്കാരിക സമിതി എന്നീ സംഘങ്ങളാണ് സ്വരാജ് റൗണ്ടിലിറങ്ങുക. പുലിയിറക്കത്തിനായി മടകളിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പുലിക്കളി TCVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ബുധനാഴ്ച വൈകിട്ട് 4 മുതൽ തത്സമയ സംപ്രേഷണം ആരംഭിക്കും.
പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ പുലിക്കളി ആസ്വദിക്കാൻ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് തൃശൂർ ACP സലീഷ് N. ശങ്കർ. പുലിക്കളിയുടെ സുഗമമായ നടത്തിപ്പിനായി കൂടുതൽ പോലീസിനെ വിന്യസിച്ചതായും ACP പറഞ്ഞു. പുലിക്കളിയോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. രാവിലെ മുതൽ സ്വരാജ് റൌണ്ടിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. ഉച്ചയ്ക്ക് 2 മണി മുതൽ സ്വരാജ് റൌണ്ടിലും സമീപ റോഡുകളിലും വാഹന ഗതാഗതം നിയന്ത്രിക്കും. പുലിക്കളി തീരുന്നതുവരെ ഒരു തരത്തിലുള്ള വാഹനങ്ങൾക്കും സ്വരാജ് റൌണ്ടിലേക്ക് പ്രവേശനമുണ്ടായിരിക്കില്ലെന്ന് പോലീസ് അറിയിച്ചു. നാലോണ നാളിലെ പുലിക്കളിക്ക് മുൻപായി സ്വരാജ് റൌണ്ടിലെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളിൽ ടാറിംഗ് നടത്തി കോർപ്പറേഷൻ. സ്വരാജ് റൌണ്ടിൽ പലയിടവും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. റോഡിന്റെ ശോചനീയാവസ്ഥയെ സംബന്ധിച്ച് TCV വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഓണത്തിന് മുൻപ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കുഴിയടയ്ക്കൽ ടാറിംഗ് നാലോണ ദിനത്തിലെ പുലിക്കളിക്ക് മുൻപെങ്കിലും നടത്തിയതിലുള്ള ആശ്വാസത്തിലാണ് ജനങ്ങൾ. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യം അനുവദിച്ചതിനെ സംസ്ഥാന സർക്കാർ ശക്തമായി എതിർത്തു. പൾസർ സുനിക്ക് ജാമ്യം നൽകുന്നത് ഉചിതമല്ലെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായ നീതി നിഷേധമാണ് തനിക്ക് ലഭിക്കുന്നതെന്ന് പൾസർ സുനി കോടതിയിൽ പറഞ്ഞു. കേസിലെ പ്രതികളാക്കപ്പെട്ടവർക്ക് തുല്യ നീതി ലഭിക്കുന്നില്ല. താൻ ജയിലിൽ കഴിയുകയും കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന് പോലീസ് പറയുന്ന പ്രമുഖ നടൻ ജാമ്യത്തിൽ കഴിയുന്നത് വൈരുദ്ധ്യമുള്ള കാഴ്ചയാണ്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും പൾസർ സുനി കോടതിയിൽ പറഞ്ഞു. വിചാരണ വൈകുന്നതെന്ന് സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ നിലപാട് കോടതി ചോദിച്ചു. തുല്യനീതിയുടെ ലംഘനമാകില്ലേ ഇനി ജാമ്യം നൽകിയില്ലെങ്കിൽ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. ഇത്രയും വർഷം വിചാരണ നേരിടേണ്ടി വരുന്നു എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനം ജാമ്യം നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിൽ 2017 ഫെബ്രുവരി 23 മുതൽ പൾസർ സുനി ജയിലിലാണ്. ഏനാമാവ് കടവിൽ സ്റ്റീൽ പാലത്തിന് സമീപം പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി. സമീപത്തെ 2 വൈദ്യുതി തൂണുകൾ തകർന്നു. ഏനാമാവ് സ്വദേശി TI സുരേഷിന്റെ ഉടമസ്ഥതയിലുള്ള കടവിലെ കട എന്ന സ്ഥാപനത്തിലേക്കാണ് പിക്കപ്പ് വാഹനം ഇടിച്ചു കയറിയത്. കടയുടെ മുൻവശം പൂർണ്ണമായി തകർന്നു. പാവറട്ടി ഭാഗത്തു നിന്നും കാനാണി ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. 80,000 രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. വൈദ്യുതി പോസ്റ്റുകൾ തകർന്നതിനെ തുടർന്ന് സമീപ പ്രദേശത്ത് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായ നിലപാട് സർക്കാർ കൈക്കൊള്ളുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും വേണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുകയുടെ യഥാർത്ഥ കണക്ക് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണം. തെറ്റായ കണക്കുകൾ നൽകിയാൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സഹായം പ്രതിസന്ധിയിലാകുമെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. മൃതദേഹം സംസ്കരിച്ചതിന് ശരാശരി 75,000 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടായിരുന്ന 4,100 പേരിൽ 1,871 പേർ ഒഴികെയുള്ളവർ 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ക്യാമ്പ് വിട്ടു. എന്നിട്ടും ഇവർക്ക് 1 മാസത്തേക്കുള്ള ഭക്ഷണത്തിന് ചെലവഴിച്ചതായി കാണിച്ചിരിക്കുന്നത് 8 കോടി രൂപയാണ്. കേരളത്തിലും പുറത്തുമായി മലയാളികൾ വൻതോതിൽ ദുരിതബാധിതർക്ക് വസ്ത്രങ്ങൾ എത്തിച്ചു നൽകിയിരുന്നു. കട കാലിയാക്കി വയനാടിന് അയച്ചു കൊടുത്തവരുമുണ്ട്. എന്നിട്ടും വസ്ത്രങ്ങളുടെ ചെലവെങ്ങനെ 11 കോടി വന്നുവെന്നും 17 ക്യാമ്പുകളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച വകയിൽ 7 കോടി രൂപയാണ് കാണിച്ചിരിക്കുന്നതെന്നും ഈ വിഷയങ്ങളിൽ കൃത്യമായ മറുപടി തന്ന് വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള എല്ലാ ആശയക്കുഴപ്പങ്ങളും സർക്കാർ ദൂരീകരിക്കേണ്ടതുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. മുണ്ടൂർ വെട്ടിക്കാവിൽ വർക്ക്ഷോപ്പിന് മുന്നിൽ വച്ചിരുന്ന ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. അവണൂർ സ്വദേശി എൽവിന്റെ ഉടമസ്ഥതയിലുള്ള വർക്ക്ഷോപ്പിന് മുന്നിൽ റിപ്പയറിംഗിന് വെച്ചിരുന്ന സ്കൂട്ടറും 2 ബൈക്കുകളുമാണ് കത്തിനശിച്ചത്. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. തൃശൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. തൃശൂർ ജില്ലാ കോൺഗ്രസ് നേതൃയോഗം വ്യാഴാഴ്ച നടക്കും. രാവിലെ 10:30 DCC ഓഫീസിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന നേതാക്കൾ, KPCC DCC ഭാരവാഹികൾ, ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർ, KPCC മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. മലപ്പുറത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ്. മലപ്പുറത്ത് മാസ്ക് നിർബന്ധമാക്കി. ആളുകൾ കൂട്ടം കൂടി നിൽക്കരുതെന്നും നിർദ്ദേശമുണ്ട്. പക്ഷികൾ, വവ്വാലുകൾ, മറ്റ് ജീവികൾ മുതലായവ കടിച്ചതോ ഫലവൃക്ഷങ്ങളിൽ നിന്ന് താഴെ വീണ് കിടക്കുന്നതോ ആയ പഴങ്ങൾ കഴിക്കരുത്. പഴം, പച്ചക്കറി എന്നിവ നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട്.
മൂന്നോണ നാളിൽ സംഘടിപ്പിച്ച കിഴക്കുംപാട്ടുകര കുമ്മാട്ടി വർണ്ണാഭമായി. 51 കുമ്മാട്ടികളുടെ പുറപ്പാട് പനമുക്കുംപള്ളി ശാസ്താക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിച്ചത്. തെയ്യം, തിറ, നാടൻ കലാരൂപങ്ങൾ എന്നിവ അകമ്പടിയായി. കിഴക്കുംപാട്ടുകര കുമ്മാട്ടി പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, സെക്രട്ടറി എസ് സന്തോഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. മണലൂർ സഹകരണ ആശുപത്രിയിൽ രോഗിയുമായി എത്തിയവർ ആക്രമണം നടത്തിയതായി പരാതി. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ഏനാമക്കൽ ഭാഗത്തുനിന്ന് എലിവിഷം കഴിച്ചെന്ന് പറഞ്ഞ് ഒരു യുവാവിനെ ഏതാനും പേർ ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. വിഷം കഴിച്ചവരെ ചികിത്സിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഇല്ലെന്നും ഡ്യൂട്ടി ഡോക്ടർ എത്തിയിട്ടില്ലെന്നും പറഞ്ഞ് രോഗിയെ അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആശുപത്രി അധികൃതർ രോഗിയുടെ കൂടെ ഉണ്ടായിരുന്നവരോട് നിർദ്ദേശിച്ചു. എന്നാൽ കൂടെ വന്നവർ ആശുപത്രിയിൽ അതിക്രമിച്ച് കയറുകയും ട്രോളിയെടുത്ത് യുവാവിനെ കിടത്തി ആശുപത്രിക്കകത്ത് കയറി. ഡോക്ടറില്ലെന്ന് വീണ്ടും പറഞ്ഞതോടെ ഇവർ ബഹളം വയ്ക്കുകയും ആശുപത്രിയിലെ ഉപകരണങ്ങളും മറ്റും നശിപ്പിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആശുപത്രി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതായി ആശുപത്രി ഓണററി മാനേജർ പി എ രമേശനും ഭരണസമിതി പ്രസിഡന്റ് പി കെ ഭാസ്കരനും പറഞ്ഞു. അന്തിക്കാട് പോലീസ് കേസെടുത്തു. ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ പോയി നൈറ്റിലേക്കുള്ള ഡ്യൂട്ടി ഡോക്ടർ എത്താൻ സ്വല്പം വൈകി. നമ്മുടെ കാഞ്ഞാണിയിലെ ബ്ലോക്ക് കാരണം ആ സമയത്താണ് ഏനാമാവ് പ്രദേശത്തു നിന്ന് ഒരു കക്ഷിയെ പോയിസൺ അടിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് സിസ്റ്റർമാർ വന്ന് ഇറങ്ങി ചോദിച്ചപ്പോൾ വണ്ടി ഓട്ടോറിക്ഷയെന്ന് വന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എലിവിഷം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ സിസ്റ്റർമാർ പറഞ്ഞു ഇവിടെ ഇറക്കണ്ട, കാരണം ഡോക്ടർ എത്തുന്നത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ അതിന് പ്രാഥമികമായിട്ട് വിഷം കഴിച്ചതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഇവിടെ കഴിയില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. പക്ഷേ അവർ ബലമായി കയറി ഹോസ്പിറ്റലിനകത്ത് കയറി ട്രോളി കൊണ്ടുവന്ന് അതിലേക്ക് ഇറങ്ങിയെടുത്തി. ഇപ്പോൾ ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അവർ ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കിയത്. ഇവിടുത്തെ ബോർഡുകൾ നശിപ്പിക്കുക, അതേപോലെ തന്നെ ബെഞ്ച് കസാരകളൊക്കെ നശിപ്പിക്കുന്ന നടപടികരിച്ചു. ഇത് ജീവനക്കാരുണ്ടായിരുന്ന ജീവനക്കാരുടെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിന് വേണ്ടി അവർ മുതിരുകയും ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയെ തിരഞ്ഞെടുക്കാനുള്ള കൂടിക്കാഴ്ചയും നറുക്കെടുപ്പും ബുധനാഴ്ച നടക്കും. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ദേവസ്വം ഭരണസമിതി മുമ്പാകെയാണ് കൂടിക്കാഴ്ച. ലഭിച്ച 56 അപേക്ഷയിൽ യോഗ്യരായ 55 അപേക്ഷകർക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ള കത്തയച്ചു. അപേക്ഷകരുടെ പേരുകൾ വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച് ഉച്ചപൂജയ്ക്ക് ശേഷം നറുക്കെടുക്കും. നിയുക്ത മേൽശാന്തി ചുമതല ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. 30-ന് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ചുമതലയേൽക്കും. സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് ബുധനാഴ്ച പുനരാരംഭിക്കും. 3 ഘട്ടങ്ങളിലായാണ് മസ്റ്ററിംഗ് നടത്തുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യഘട്ട മസ്റ്ററിംഗ് നടക്കുന്നത്. തൃശൂർ ജില്ലയിൽ ഈ മാസം 25-ന് മസ്റ്ററിംഗ് ആരംഭിച്ച് ഒക്ടോബർ 1-ന് അവസാനിക്കും. അംഗങ്ങളെല്ലാം നേരിട്ടെത്തി ഈ പോസ്റ്റിൽ വിരൽ പതിക്കേണ്ടതാണ്. എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. മത്സ്യത്തൊഴിലാളി വള്ളത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചു. വാടാനപ്പള്ളി ചിലങ്ക ബീച്ച് കാട്ടിൽപ്പുരയ്ക്കൽ 62 വയസ്സുള്ള ദാസനാണ് മരിച്ചത്. ഗുരുദക്ഷിണ വള്ളത്തിലെ തൊഴിലാളിയാണ്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത സ്ഥലമെടുപ്പിനെ തുടർന്ന് അടച്ചിട്ട രാജുവിന്റെ ചായക്കട വീണ്ടും തുറന്നു. പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചിരുന്ന ചായക്കടയാണ് നബിദിനത്തിൽ താൽക്കാലികമായി തുറന്നത്. അരനൂറ്റാണ്ടിലധികമായി നടത്തിയിരുന്നതും പാതി വഴിയിൽ നിർത്തേണ്ടി വന്നതുമായ ചായക്കട രാജു നബിദിനത്തിൽ തുറന്നത് പ്രിയപ്പെട്ടവരുടെ സ്നേഹ നിർബന്ധത്തിന് വഴങ്ങിയാണ്. എടക്കഴിയൂർ അതിർത്തിയിൽ കഴിഞ്ഞ 59 വർഷമായി പ്രവർത്തിച്ചിരുന്ന ചായക്കട അവസാനിപ്പിക്കേണ്ടി വന്നത് ദേശീയപാത സ്ഥലമെടുപ്പിനെ തുടർന്നായിരുന്നു. തിരുവത്ര കുഞ്ചേരി മാത്രംകോട്ട് രാജുവിന്റെ പിതാവായി തുടങ്ങിവെച്ചതാണ് ചെറിയ ചായക്കട. സ്കൂൾ പഠന സമയം മുതൽ രാജു സഹായത്തിനായി കടയിൽ സജീവമായിരുന്നു. പിന്നീട് പൂർണ്ണമായ നടത്തിപ്പുകാരനായി. 4 പതിറ്റാണ്ടോളം നാടിന് ചായയും പലഹാരവും നൽകിയ കൈപ്പുണ്യത്തിന് നാട്ടുകാരുടെയും നിറപിന്തുണയുണ്ടായിരുന്നു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ ചായക്കട നിലനിന്നിരുന്ന കെട്ടിടം പൊളിച്ചു മാറ്റിയതോടെ
രാജുവിന് ഉപജീവനത്തിനായുള്ള അത്താണിയില്ലാതെയായി. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഓട്ടോ തൊഴിലാളിയായി മാറിയ രാജുവിന് കഴിഞ്ഞ ദിവസം കിറാമംകുന്ന് മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ഫാസ്കോയുടെ പ്രവർത്തകരാണ് വീണ്ടും പഴയ കർമ്മരംഗത്തേക്ക് എത്തിച്ചത്. 59 വർഷമായിട്ട് ഞങ്ങൾ ഇവര് അച്ഛനായിട്ട് കച്ചവടം ചെയ്തതാണ്. അപ്പോൾ ഇവരുടെ ഭാഗമായിട്ട് കച്ചവടം നഷ്ടപ്പെട്ട് നോമ്പ് നബിദിനം എന്നൊക്കെ ചായ കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവരെന്നെ വന്ന് വിളിക്കുമ്പോൾ ഞാൻ പോയി സഹായിക്കുന്നത് മാത്രം. മദ്രസയിലെ നബിദിന പരിപാടിക്ക് ചായയും പലഹാരവുമായി എത്തിയാണ് രാജു വീണ്ടും പഴയ കർമ്മ മേഖലയിൽ സജീവമാകുന്നത്. TCV ന്യൂസ്, ചാവക്കാട്. SC/ST ഫെഡറേഷൻ കേരളയുടെ മഹാത്മാ അയ്യങ്കാളി സംസ്ഥാന അവാർഡ് സമർപ്പണം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി വയലപ്പള്ളി ഹാളിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരനും സമയ സാമുദായിക പ്രവർത്തകനുമായ AV ദിവാകരൻ മുണ്ടക്കയം ബി മിഷൻ സംസ്ഥാന ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് സജി കെ ചേരമന് പുരസ്കാരം സമ്മാനിച്ചു. SC/ST ഫെഡറേഷൻ ജനറൽ കൺവീനർ NA സുമേഷ് അധ്യക്ഷനായി. സംസ്ഥാന ചെയർമാൻ AK സന്തോഷ്, KPMS സംസ്ഥാന ട്രഷറർ CA ശിവൻ, കേരള പാണ സമാജം ജനറൽ സെക്രട്ടറി N രവീന്ദ്രൻ, ഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി KK ഷനോജ്, പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ K ജ്യോതിഷ് തുടങ്ങിയവർ സംസാരിച്ചു. 24 കേരള NCC ബറ്റാലിയന്റെ നേതൃത്വത്തിൽ കോലഴി ചിന്മയ വിദ്യാലയത്തിൽ ദശദിന ക്യാമ്പ് തുടരുന്നു. ലഫ്റ്റനന്റ് കേണൽ ബ്രിജേഷും ഡെപ്യൂട്ടി കമാൻഡന്റ് മേജർ സ്റ്റൈജുവുമാണ് ക്യാമ്പ് കമാൻഡറും ഡെപ്യൂട്ടി കമാൻഡറും. 600-ലധികം കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. വിശ്വകർമ്മ ദിനത്തോടനുബന്ധിച്ച് വിശ്വകർമ്മ മഹാസഭ തൃശൂർ താലൂക്ക് യൂണിയൻ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. വിശ്വകർമ്മ മഹാസഭ പ്രസിഡന്റ് PB ഹരിദാസ് അധ്യക്ഷനായി. സെക്രട്ടറി രാജൻ ചേറ്റുപുഴ, കണ്ണൻ കണിമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകരുത്തിന്റെ കനൽക്കാറ്റായി ഗംഗ എന്ന നൃത്തശില്പം തൃശൂർ റീജിയണൽ തിയേറ്ററിൽ അരങ്ങേറി. അന്തർദേശീയ യുവ നർത്തകി മെറീന ആന്റണിയാണ് നൃത്തരൂപം അരങ്ങിലെത്തിച്ചത്. ഭരതനാട്യത്തിൽ വ്യവസ്ഥാപിത ചുവടുകൾക്കും ഭാവങ്ങൾക്കും മുദ്രകൾക്കും ലളിതമായ രംഗഭാഷയൊരുക്കിയായിരുന്നു 45 മിനിറ്റ് ദൈർഘ്യമുള്ള നൃത്തരൂപം അവതരിപ്പിച്ചത്. പ്രമുഖ നൃത്ത കലാകാരൻ RLV ആനന്ദാണ് നൃത്ത സംവിധാനം ചിട്ടപ്പെടുത്തിയത്. രാജീവ് ആലുങ്കുലിന്റെ വരികൾക്ക് ഗുരുവായൂർ ഭാഗ്യലക്ഷ്മി സംഗീതവും ആലാപനവും ഒരുക്കി. ഊരകം കുമ്മാട്ടി ആഘോഷത്തിന്റെ ഭാഗമായി ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ചേർപ്പ് പോലീസ് അറിയിച്ചു. തൃശൂർ ഭാഗത്തുനിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് പോകുന്ന വാഹനങ്ങൾ പെരുമ്പിളിശ്ശേരി ചേർപ്പ് ഹെർബർട്ട് കനാൽ എട്ടുമന രാജാ കമ്പനി കൂടി പോകണം. ഇരിങ്ങാലക്കുടയിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ രാജാ കമ്പനിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഹെർബർട്ട് കനാൽ ചേർപ്പ് വഴി പോകണം. പുതുക്കാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് സമീപം ഇടത്തോട്ട് തിരിഞ്ഞ് പല്ലിശ്ശേരി ജംഗ്ഷൻ, തേവർ റോഡ്, രാജാ കമ്പനി വഴി പോകേണ്ടതാണ്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസ് സിഗ്നൽ ജംഗ്ഷനിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി നടത്തിവരുന്ന സമരം 300 ദിവസം പിന്നിട്ടു. കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. RM പവിത്രൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് KK അൻസാർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, വാർഡ് കൌൺസിലർ CS സുമേഷ്, KK രാജേന്ദ്രൻ, KR വിദ്യാസാഗർ തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂർ എടക്കുന്നി ആര്യകുളങ്ങര ബാലസമാജത്തിന്റെ നേതൃത്വത്തിൽ കുമ്മാട്ടി മഹോത്സവം അരങ്ങേറി. മഹാബലിയും ശ്രീകൃഷ്ണനും തള്ളയും ഉൾപ്പെടെ 11 വേഷങ്ങൾ അണിനിരന്ന കുമ്മാട്ടിക്ക് നിശ്ചല ദൃശ്യങ്ങളും നാസിക് ഡോളും അകമ്പടിയായി. ആര്യകുളങ്ങര ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്ന് ആരംഭിച്ച് ദേശ നടവഴികൾ ചുറ്റി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ അവസാനിച്ചു. ആര്യകുളങ്ങര ബാലസമാജം ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ബിജു തെക്കേടത്ത്, സെക്രട്ടറി ദിലീപ് പുളിക്കപ്പറമ്പിൽ, വള്ളൂർ കൃഷ്ണപ്രസാദ്, മങ്ങാട്ട് ഹരിപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി.
ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6865 രൂപ, പവന് 54,920 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3271 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ ഇന്ന് പുലികളിറങ്ങും. നഗരത്തിൽ ഉച്ചതിരിഞ്ഞ് 2 മുതൽ ഗതാഗത നിയന്ത്രണം. പുലിക്കളി TCV തത്സമയം സംപ്രേഷണം ചെയ്യും. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം. 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. ചാലക്കുടി കൂടപ്പുഴയിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പുളിയിലപ്പാറ സ്വദേശി ഡെൽജോയാണ് മരിച്ചത്. ഏനാമാവിൽ പിക്കപ്പ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായ കണക്കുകൾ പുറത്തുവിടണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തെറ്റായ കണക്കുകൾ നൽകിയാൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സഹായം പ്രതിസന്ധിയിലാകുമെന്നും ചെന്നിത്തല. മുണ്ടൂർ വെട്ടിക്കാവിൽ വർക്ക്ഷോപ്പിൽ അഗ്നിബാധ, സ്കൂട്ടറും ബൈക്കുകളും കത്തിനശിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.